ബി.ജെ.പിക്ക് നിയമസഭയിൽ 3 എം.എൽ.എമാരെ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിനെ വർദ്ധിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അവർ പ്രവർത്തിക്കുക. ബംഗാൾ പോലെ ബി.ജെ.പി കേരളത്തിലേക്ക് വളരാനായിട്ട് അവരെന്തൊക്കെ ശ്രമങ്ങളായിരിക്കും ഭാവിയിൽ നടത്തുക? അതിനെ തടയാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഇപ്പം ബി.ജെ.പി ബംഗാളിൽ എങ്ങനെ കയറി എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ബി.ജെ.പിക്ക് ഇവിടെ കേരളത്തിലോട്ട് പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. പക്ഷെ പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യ മൊത്തം എടുത്ത് കഴിഞ്ഞാൽ കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, ഇപ്പം ഏറ്റവും കൂടുതൽ ബി.ജെ.പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലമാണ് ആന്ധ്ര, തെലങ്കാന, ഈ പറയപ്പെട്ട സ്ഥലങ്ങളൊക്കെ. കർണാടകയിൽ കുറച്ചൊക്കെ ബി.ജെ.പിക്ക് പ്രതീക്ഷയുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷെ ഈ ആന്ധ്ര ഒന്നും തീരെ തല്ല. പക്ഷെ അവിടെ അവർ വർക്ക് ചെയ്യുന്നത് തന്നെ TDP, തെലുഗുദേശം പാർട്ടി, ചന്ദ്രബാബു നായിഡുയുടെ കൂടിയിട്ടാണ്. ഇവൻ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത പോലും TDPയുടെയും JDUവിൻ്റെയും സപ്പോർട്ട് കൂടി അവിടെ ഭരിക്കുന്നത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി വെൻ കമ്പയറിങ് ടു ദ അതർ സ്റ്റേറ്റ്സ്. അതൊരു പോസിബിലിറ്റിയാണ് അവിടെ. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറേ കാലങ്ങളായിട്ട് നടക്കുന്നത്, ഇപ്പോൾ ചെങ്കോലും കിരീടമൊക്കെ പാർലമെൻറ്റിൽ കൊണ്ടുപോയി വെക്കുന്നതും പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. സൗത്ത് ഇന്ത്യയെ എങ്ങനെയെങ്കിലും ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നോർത്ത് ഇന്ത്യൻ പാർട്ടി എന്നുള്ള ലേബലിലോട്ട് മാറിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള സാധനം അവരുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് പോസിബിൾ അല്ല. ബംഗാളിൽ എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, ഹിന്ദു മുസ്ലിം എന്നുള്ള ഈ പോളറൈസേഷൻ നന്നായിട്ട് നടന്നിട്ടുണ്ട്. റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ, ബംഗ്ലാദേശി മുസ്ലിംസിൻ്റെ ഇഷ്യൂ, പിന്നെ SIRൽ വോട്ട് പോയത്, 1 കോടി ആൾക്കാരെ വോട്ട് പോയി, അതിൽ കോടതി നേരിട്ട് ഇടപെടുന്നു. ആദ്യമായിട്ടാണ് ഒരു കോടതി അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തോട്ട് വരുന്നത്. കോടതി കാര്യങ്ങൾ ചെക്ക്, ഇത് കോടതിയുടെ പണിയല്ല, പക്ഷേ കോടതി പോലും വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് വെസ്റ്റ് ബംഗാളിൽ കയറിയത്. അത് മാത്രമല്ല, മമതാ ബാനർജിയുടെ കയ്യിലിരിപ്പും ഒരു സാധനമാണ്. അതിനെ ഞാൻ വിയോജിക്കല്ല. പക്ഷെ പറഞ്ഞ പോലെ മമതാ ബാനർജി നല്ല ശതമാനം ഏകാധിപത്യ പ്രവണതയിലൂടെ പോയതിൻ്റെ ഭാഗമാണ്. ഈവൻ CPM പോലും ഇപ്പോൾ പറഞ്ഞതുണ്ട്, മമതാ ബാനർജിയേക്കാൾ എത്രയോ ഭേദമാണ് നിലവിൽ സുവേന്ദു അധികാരി. ഞങ്ങൾക്ക് ഞങ്ങളെ പാർട്ടിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്, പാർട്ടി ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഞങ്ങളെ പാർട്ടി പ്രവർത്തനം നടത്താൻ പറ്റുന്നുണ്ട്. ഇതിനൊക്കെ BJP അവിടെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളും നിലവിലെ BJP സുവേന്ദു അധികാരി വന്നുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പം അത് മാത്രമല്ല, ഇതൊരു ഭാഗത്ത് അവർ പറയുന്നുണ്ട്, മറുവശത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇവരെല്ലാവരും. അപ്പം CPM ആയാലും CPI ആയാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും ആം ആദ്മി ഇപ്പോൾ റീസെൻ്റ്ലി മുന്നണി വിട്ടുപോയി. അപ്പം ഇങ്ങനെയാണെങ്കിൽ പോലും ഇവരൊക്കെ ഒരു പക്ഷമാണ്. പക്ഷേ ഈ പറയുന്ന ഇതേ പാർട്ടി തന്നെ പറയുന്നു തൃണമൂൽ അവിടെ ഒരു ഏകാധിപത്യ പ്രവണതയാണെന്നുള്ളത്. അപ്പോൾ തൃണമൂൽ ഒരു മെയിൻ റീസണാണ് അവിടെ BJPയുടെ വളർച്ചയ്ക്ക്. ഇപ്പോൾ കേരളത്തിലോട്ട് വരികയാണെങ്കിലും ഇവിടെ ഇത്തരത്തിലുള്ള അതിന് നമുക്ക് ഉദാഹരണം പറയാൻ പറ്റും. CPMൻ്റെ ഏകാധിപത്യ പ്രവണത, പിണറായി വിജയൻ എന്നുള്ള ഒരു വ്യക്തിയുടെ ഏകാധിപത്യ പ്രവണത, കറുത്ത വസ്ത്രം ധരിച്ച പ്രശ്നം, ആൾക്കാരെ തലക്ക് എന്താ പറയുക ചെടിച്ചട്ടി എടുത്തിട്ടും മുളെടുത്തിട്ടും അടിക്കുന്നു, അത് സുരക്ഷാ ഭാഗമാണെന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതയിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വോട്ട് പോകുന്നത് BJPയിലോട്ടാണ് എന്നുള്ളൊരു, പിണറായി വിരുദ്ധരായിട്ടുള്ള എത്രയോ BJPക്കാരുണ്ട് ഉണ്ട്. അതെ. അപ്പം നമ്മളതിന് ഉദാഹരണം കണ്ടാൽ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഈറ്റില്ലാണ്. സാധാരണ നായർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിനും കുറച്ചൊരു ശതമാനം BJPയിലോട്ടും പോകുന്നുണ്ടെങ്കിൽ, ഈഴവരാണ് കേരളത്തിൽ എന്നും CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ട്. ഈഴവരും കുറച്ച് വരുന്ന ക്രിസ്ത്യൻസും പിന്നെ ഈ പറഞ്ഞ പോലെ മുസ്ലിംസിൽ വരുന്ന സുന്നി AP വിഭാഗത്തിൻ്റെ വോട്ടുമാണ് സ്വാഭാവികമായിട്ടും ഇവർക്ക് CPMന് കിട്ടാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് അവർ ജയിച്ച് കയറാറുള്ളതും. അപ്പോൾ ഈ ഈഴവ വിഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇപ്പോൾ കൊല്ലത്ത് ചാത്തന്നൂർ പിടിച്ചതൊക്കെ, ചാത്തന്നൂർ പറഞ്ഞ പോലെ ഈഴവ വിഭാഗം വളരെയേറെ മുമ്പിലുള്ള കാൻഡിഡേറ്റ് ആണ്. അപ്പം അവിടെ BJP പിടിച്ച് കയറി. അതിനർത്ഥം എന്താ? ഈഴവ വോട്ടും CPMൻ്റെ ബാങ്കിൽ നിന്നും പോകുന്നു BJPയിലോട്ട്. സാധാരണ BJPക്കുള്ള ഒരു സാധനമാണ് ബ്രാഹ്മിൻസ് പാർട്ടിയാണെന്നുള്ളതും ഉയർന്ന ജാതിക്കാർ മാത്രമുള്ള ഒരു സാധനമാണെന്നുള്ളതും. അവിടുന്ന് ഈ സാധനം മാറി താഴ്ന്ന ജാതി അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിലെ ഹിന്ദുസ് അടക്കം BJPയിൽ നിലവിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് പോസിബിൾ ഇൻ സൗത്ത് ഇന്ത്യ ആൾസോ നൗ. അപ്പം BJPയിലോട്ടും പോകുന്നുണ്ട് എന്നുള്ളൊരു വ്യക്തമായ തെളിവാണ് ഈ ഇലക്ഷൻ നമുക്ക് കാണിച്ചു തന്നത്. ഒന്നും ഇതിൽ എന്തുകൊണ്ടാണ് ഈ മാറ്റം BJPയിലേക്ക് ഇവരൊക്കെ പോകുന്നത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇതിനെ തടയാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BJP കേരളത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതേതരത്വം തകരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജനുവിനായിട്ട് മതേതരത്വത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനകീയ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇവിടുത്തെ മുഖ്യധാര പാർട്ടികൾ, പ്രധാനപ്പെട്ടിട്ടും CPM ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ പല രീതിയിലുള്ള പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതൊരു വലിയ വിഷയമാണ്. നമ്മള് അല്ല, എന്തുകൊണ്ട് BJP വളരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഏത് പാർട്ടിയാണോ പ്രവർത്തിക്കേണ്ടത് അവരുടെ പരാജയം കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. അതും കൂടി കൊണ്ടാണല്ലോ BJP വളരുന്നത്. കാരണം ഇവർക്ക് തടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എവിടെയാണ്
ഇവർക്ക് യഥാർത്ഥത്തിൽ പരാജയം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായത് എന്തൊക്കെയാണ്? മുഴുവൻ എന്തെങ്കിലും ജനകീയ വിഷയങ്ങൾ, ആളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ വർധനവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിത്യോപയോഗ സാധനത്തിന്റെ പൈസ വർദ്ധിക്കുന്നതിനെ കുറിച്ചാണോ നമ്മൾ ചർച്ച ചെയ്തത്? അല്ല. നമ്മൾ ചർച്ച ചെയ്തത് വർഗീയതയാണ്, മതമാണ്, ലീഗ് വന്ന് UDF വന്നു കഴിഞ്ഞാൽ ജമാഅത്ത് ഭരിക്കും, മുസ്ലിം ഭരണമാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പല പല ശബരിമല വിഷയമാണ്, മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് മൊത്തമായിട്ട് ചർച്ച ചെയ്തത്. എവിടെയും മതേതരത്വത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജനകീയ വിഷയങ്ങളോ, മതമല്ലാത്ത മനുഷ്യനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുറേയധികം ഘടകങ്ങളുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് ഒരു തരത്തിലുള്ള ചർച്ചയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് BJPക്ക് ഗുണം ചെയ്യുകയും ഹിന്ദുക്കൾ ഭയങ്കരമായ രീതിയിൽ പോളറൈസ്ഡ് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഹിന്ദുക്കൾ യഥാർത്ഥത്തിൽ പോളറൈസ്ഡ് ആകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പം തിരുവനന്തപുരത്ത് പല സീറ്റുകളും എന്തുകൊണ്ടാണ് BJPക്ക് കിട്ടിയത്? അവിടെ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിനും CPM-നും പോകുന്ന വോട്ടുകളാണ്, അത് BJPയിലേക്ക് മറിഞ്ഞിരിക്കുന്നു. അവർക്ക് തോന്നുന്നു BJP ആണ് നല്ലത് എന്ന്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു. അവിടെ ഒരു തിരുവനന്തപുരം എന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണല്ലോ തിരുവനന്തപുരം. ഇപ്പം മലപ്പുറത്തേക്ക് നമുക്ക് വരാം. മലപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ലീഗിന്റെ കോട്ടയാണ് മലപ്പുറം. അവിടെ എത്രയോ കാലങ്ങളായിട്ട് ലീഗിന്റെ അപ്രമാദിത്വമാണ് മലപ്പുറം എന്ന് പറയുന്നത്. അവിടെ ഈ മതേതരത്വം പറയുന്ന ഇടതുപക്ഷത്തിനോ CPM-നോ അല്ലെങ്കിൽ ഈ കോൺഗ്രസിനോ കടന്നു കയറാനായിട്ട് പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. ലീഗിന്റെ അപ്രമാദിത്വം എന്തുകൊണ്ടാണ് ഇവർക്ക് മലപ്പുറത്ത് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റാത്തത്? മതേതരത്വം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് മലപ്പുറത്ത് CPM-ന് ആ കോട്ട പൊളിക്കാനായിട്ട് പറ്റാത്തത്? എന്തുകൊണ്ടാണ് നിരന്തരം ലീഗിന്റെ കാൻഡിഡേറ്റ് മാത്രം, ആ പാർട്ടി മാത്രം അവിടെ വിജയിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ BJP ഒരു തുറുപ്പ് ചീട്ടായിട്ട് എടുക്കുന്നത്. മലപ്പുറം പോലെ ഒരു ഭൂരിപക്ഷ പ്രദേശത്ത് കാലാകാലങ്ങളായിട്ട് ലീഗ് ജയിച്ചു വരുന്നുണ്ടെങ്കിൽ അതേ ഒരു ടെക്നിക്ക് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഉപയോഗിച്ചുകൂടാ? തിരുവനന്തപുരം പോലെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് എന്തുകൊണ്ട് BJPക്ക് ജയിച്ചുകൂടാ? അതേപോലെ ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള മറ്റ് പ്രദേശങ്ങളിൽ എന്തുകൊണ്ട് BJPക്ക് ജയിച്ചുകൂടാ? അപ്പം ഈ ടെക്നിക്ക് എടുത്ത് ഉപയോഗിക്കാനാണ് എന്ത് ചെയ്യുന്നത് BJP ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതായത് കൃത്യമായിട്ട് മറ്റ് അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ചോ മറ്റ് കാര്യങ്ങളോ ഒന്നും പറയാതെ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വൈകാരിക വിഷയങ്ങളിലേക്ക് ചർച്ചകളെ മുഴുവൻ വഴിതിരിച്ചു വിടുകയും അതിലൂടെ ഒരു പോളറൈസേഷനിൽ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ എന്ത് വേണം? ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള മതേതരത്വം പറഞ്ഞുകൊണ്ടുള്ള ജനങ്ങളെ അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കാണ് മറ്റ് പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ മാറേണ്ടത്. അല്ലാതെ BJP ഇത് പറയുന്നു അതുകൊണ്ടും നമ്മൾ വേറൊരു രീതിയിൽ ഇത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആത്യന്തികമായിട്ട് ലോങ് ടേമിൽ BJPക്ക് സഹായകരമായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുക. രാഹുൽ ഗാന്ധിയുടെ കാര്യം ഇപ്പം നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ എനിക്ക് കാണിച്ചു തന്നായിരുന്നല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ BJP ഹാർഡ് ഹിന്ദുത്വം എടുക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ എപ്പോഴും ശിവനെ കൊണ്ടുവരുന്നു, ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ഹാൻഡ് പിടിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ തന്നെ എനിക്ക് കാണിച്ചു തന്നെ. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസും BJP അങ്ങനെ പിടിക്കുന്നതാണ്. അതുകൊണ്ട് വൈ കാണ്ട് വി നമ്മളും അതുപോലെ ചെയ്തു നോക്കാമെന്ന തരത്തിൽ കോൺഗ്രസും പെയ്യാറായിട്ട്. അതുകൊണ്ടാണ് ഞാനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ബ്രാഹ്മണൻ ഞാനാന്ന് പറഞ്ഞിട്ട് എത്ര ക്ഷേത്രങ്ങളിൽ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇത്തരത്തിൽ കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ ഹിന്ദുത്വ സാധനം കയ്യിലെടുക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലൊരു പരിധി വരെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, മലപ്പുറം എന്ന് പറഞ്ഞാൽ ലീഗിന്റെ കോട്ടയാണ്. അതേപോലെ മുസ്ലിങ്ങൾക്ക് ഒരു കൺസോൾഡേറ്റ് ഒരു പാർട്ടി എന്നുള്ള പോലെ മലപ്പുറത്ത് ഉണ്ടെങ്കിൽ വൈകാണ്ട് ഇൻ തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ള സാധനം, ആ സാധനമാണ് BJP അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അത് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ശരിയാവുന്നുണ്ട് എന്നുള്ള സാധനമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഏകദേശം 10 മുതൽ 15 മണ്ഡലങ്ങളോളം BJP രണ്ടാം സ്ഥാനത്ത് എത്തി എന്നുള്ള സാധനമാണ് ഈ റിസൾട്ട് നമ്മൾ കണ്ടത്. അവിടെയൊക്കെ CPM പുറകോട്ട് പോകുന്നുണ്ട്. അപ്പം CPM പോലത്തെ ഒരു സെക്യുലർ പാർട്ടി, ഇപ്പൊ ലീഗ് എന്ന് പറഞ്ഞാൽ പ്യൂർലി ഈ പറഞ്ഞ പോലെ മുസ്ലിം കൺസോൾട്ടേഷൻ വോട്ടാണ് ഉള്ളത്. പ്യൂർലി എന്ന് പറയുന്നില്ല, ഹിന്ദു വോട്ടുകളും കിട്ടുന്നുണ്ട് ലീഗിന്. പക്ഷെ ഈ പറഞ്ഞ പോലെ BJP എന്ന് പറഞ്ഞാൽ
നല്ലൊരു ശതമാനം ഹിന്ദു വോട്ട് കൊണ്ട് ജയിക്കുന്നവരാണ്. അപ്പം CPM പോലത്തെ ഒരു സെക്യുലർ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പോലത്തെ ഒരു സെക്യുലർ പാർട്ടിക്കാണ് ഇവിടെ വലിയ യഥാർത്ഥ ദൗത്യം അവർ ചെയ്യുന്നില്ല. അവരാണ് ചെയ്യേണ്ടത്, പക്ഷെ അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. CPM-ഉം കോൺഗ്രസും അതെ. രണ്ടുപേരെയും അതിന് കുറ്റക്കാരായിട്ട് കാണേണ്ടി വരും. അതെ. അപ്പം എങ്ങനെയാണ് BJP ബംഗാൾ പോലെ കേരളത്തിനെ ആക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിന്തിച്ചു തുടങ്ങും. അതായത് UDF-ന് മലപ്പുറം പോലത്തെ ഒരു പ്രദേശത്ത് ലീഗിന് വോട്ട് കിട്ടുന്നുണ്ട്, പറ്റുന്നുണ്ടെങ്കിൽ UDF-ന് മൈനോറിറ്റികൾ മുഴുവനായിട്ട് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മലപ്പുറം പോലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത്, എന്തുകൊണ്ട് തിരുവനന്തപുരം പോലെ ഒരു പ്രദേശത്ത് ഹിന്ദുക്കളെ മുഴുവൻ നമ്മളിലേക്ക് അടുപ്പിച്ചുകൂടാ? ഈ ചിന്ത അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ ബംഗാൾ പോലെ കേരളം ആകും. ഇങ്ങനെയുള്ള കുറേയധികം പ്രദേശങ്ങളുണ്ടല്ലോ. അതേപോലെ തന്നെ LDF-നെക്കാട്ടിലും UDF-നെക്കാട്ടിലും മികച്ചതാണ് BJP എന്ന് ഒരു പൊതുബോധം ജനങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കാൻ എന്തെങ്കിലും വഴി അവർ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ബംഗാൾ പോലെ കേരളമാകും. ഇപ്പോൾ ബംഗാളിൽ തന്നെയുള്ളൊരു നേതാവാണല്ലോ പറഞ്ഞത്, ഏത് മമതയെക്കാളും മികച്ച ഭരണം എന്ന് പറയുന്നത് BJP ആണ്. അപ്പം പരമ്പരാഗതമായിട്ട് CPM-ന് കിട്ടുന്ന ഹിന്ദു വോട്ടുകളുണ്ട്, ഒരുപാട് CPM-ന് ഹിന്ദു വോട്ടുകൾ, വിശ്വാസികളുടെ വോട്ടുകൾ കിട്ടുന്നുണ്ട്. ഈ വോട്ടുകളെ BJP-യിലേക്ക് അടുപ്പിക്കാൻ അവർക്ക് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബംഗാൾ പോലെ കേരളമാകും. ഇവിടെ ഭവാനിപൂറിൽ സുവേന്ദു അധികാരിക്ക് ഏതാണ്ട് 10,000-ഓളം വരുന്ന CPM-കാരുടെ വോട്ടാണ് പരസ്യമായിട്ട് പറഞ്ഞു. അദ്ദേഹം പരസ്യമായിട്ട് പറയുകയും ചെയ്തു, ഈ വിജയത്തിന് നന്ദി അവര് ഹിന്ദുക്കൾക്കും ഒപ്പം ആർക്കാണ് നൽകിയത്? CPM-കാർക്കുമാണ് നൽകിയത്. കോൺഗ്രസിന്റെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 19-ഓളം ആളുകളാണ് വിജയിച്ചു തോന്നുന്നു അല്ലെ? കോൺഗ്രസിൽ 2 ആൾക്കാരെ ജയിച്ചു. ജയിച്ചത് 2 ആൾക്കാർ, അവര് നിർത്തിയത് 19 പേരെ ഏറ്റവും നിർത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 18 പേരും മുസ്ലിങ്ങളാണ്. ആര്? കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത് 18 പേരും മുസ്ലിങ്ങളാണ്. TMC-യില് ജയിച്ചതില് നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഭൂരിപക്ഷവും ഏതാണ്? മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന ആളുകളെയാണ് അവർ ഫീൽഡ് ചെയ്തിരിക്കുന്നത് മത്സരത്തിനായിട്ട്. അപ്പോൾ തരാതരത്തിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മതം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പാർട്ടികളും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോളറൈസേഷനിലേക്ക് പോവുകയും അത് ലോങ് ടേമിൽ അത് കേരളത്തിൽ ഇപ്പോഴും അധികം ഒന്നും കൺസോൾഡ് ചെയ്യപ്പെടാത്ത ചിതറിക്കിടക്കുന്ന വോട്ടുകളാണ് ഹിന്ദു വോട്ടുകൾ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നില്ല BJP അതിനെ കൺസോൾഡേറ്റ് ചെയ്യാനുള്ള തന്ത്രങ്ങൾ അവർ പ്രയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബംഗാളിനെ പോലെ കേരളമായി തീരും. അതിന് കോൺഗ്രസും CPM-ഉം സഹായകര ചെയ്തു കൊടുക്കാതിരിക്കുക, കൃത്യമായിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള മതേതരത്വവും ജനകീയ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്യാനും ആ ജനകീയ വിഷയങ്ങളിൽ ഒരു വൈകാരികത കൊണ്ടുവരാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യാം. ഇപ്പം നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. സാധനങ്ങളുടെ വിലക്കയറ്റം, അല്ലെങ്കിൽ പെട്രോളിൻ്റെ വില, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ വില, ഇങ്ങനെയുള്ള പല പല വിഷയങ്ങൾ. ഇതിലൊരു വൈകാരികത കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കും. വികസനം പറഞ്ഞിട്ടുണ്ട്, വികസന വിഷയങ്ങളിൽ വൈകാരികത കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കും. മതം എന്ന് പറയുന്ന സാധനമേ ടോക്ക് ചെയ്യാതിരിക്കുക. എനിക്കിതിലൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ പറയാറില്ലേ BJP ആണ് കൂടുതൽ ഭേദം എന്നുള്ളത്. ശരിക്കും ഒരു തോന്നുന്നതാണ്. BJP നമ്മൾ പുറത്ത് പോയിട്ട് UP-യിലും ബീഹാറിലൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും യഥാർത്ഥ UP എന്താണെന്നുള്ളതും. യഥാർത്ഥ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ, അതിൽ BJP മാത്രം കുറ്റം പറയാൻ പറ്റില്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിലവിലെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പം ഗയ എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട് ബീഹാറിൽ. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കിണറുണ്ട്. ആ കിണറിൽ വെള്ളം മുക്കാൻ ഉയർന്ന ജാതിക്കാർക്ക് ഇപ്പോഴും കാണാം. വാർത്തയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും, പക്ഷെ ഒരു പരിധി വരെ മാധ്യമങ്ങൾ ഇതെല്ലാം ഹൈഡ് ചെയ്യും എന്നുള്ളതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ലിറ്ററലി ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ ഒന്ന് എടുക്കാൻ പറ്റുള്ളൂ, താഴ്ന്ന ജാതിക്കാരൊന്നും എടുക്കാൻ, അഥവാ എങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ അത് മൊത്തം അവർ പിന്നെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇത്തരത്തിൽ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഉള്ളത്. അതുപോലെ ശൈശവ വിവാഹം നടക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും. 13 വയസ്സിൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു വിടുന്ന പല പ്രക്രിയയും. അപ്പം ഇത്തരത്തിൽ BJP ആണ് യഥാർത്ഥ ഭരണം എന്ന് വിചാരിക്കുന്നവർ എപ്പോഴെങ്കിലൊക്കെ ടൈം കിട്ടുമ്പോൾ നോർത്ത് ഇന്ത്യ ഒന്ന് കറങ്ങുന്ന, പ്രത്യേകിച്ച് ബീഹാർ UP ഒക്കെ ഒന്ന് കറങ്ങുന്നത് നന്നായിരിക്കും. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതും അവിടുത്തെ യഥാർത്ഥ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഒരു പരിധിവരെ എനിക്ക് തോന്നിയിട്ടുള്ളത് നോർത്ത് ഇന്ത്യ യാത്ര ചെയ്തപ്പം കേരളത്തിലാണ് കുറച്ചും കൂടി ജെന്യുവൻ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ് നടക്കുന്നത് എന്നുള്ളതൊക്കെ. നമ്മളിവിടെ ആശാ വർക്കർമാരുടെ പ്രശ്നമായിരുന്നു. പോലീസുമാർക്ക് റിക്രൂട്ട്മെന്റ് PSC ലിസ്റ്റ് വന്നിട്ട് വൈകിപ്പിച്ച അവരുടെ ലിസ്റ്റ് നഷ്ടപ്പെട്ടത് പ്രശ്നമായിരുന്നു.
പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്കിവിടെ. ഇതൊക്കെ ഇവിടെയും ക്യാമ്പയിനിങ്ങിനായിട്ടുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇതൊന്നുമല്ല അവിടെ വരാറുള്ളത്. പലതരത്തിലുള്ള വേറെ ക്യാമ്പയിനിങ് അവിടെ വരാറുള്ളത്. ഒരു പരിധി വരെ ഈ പുറത്ത് സംസ്ഥാനങ്ങൾ കാണാത്തവരാണ് BJP ആണ് ബെറ്റർ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ നമ്മളൊരു സവിശേഷതയുണ്ടല്ലോ, ആ സവിശേഷതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നത്. അതെ. ഹൈ ലിറ്ററസി റേറ്റ്, സാമൂഹികപരമായിട്ട് വലിയ രീതിയിലുള്ള തുല്യത, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഇല്ല. അത് ഇവിടെ ശ്രീനാരായണ ഗുരു മുതൽ അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള റോളുണ്ട് അവർക്കൊക്കെ. സാമൂഹിക പരിഷ്കർത്താക്കള് ഉഴുതെടുത്ത മണ്ണാണ് കേരളം. അതെ. അതിന്റെ പുറത്താണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. ഇവരൊക്കെ വന്നു കഴിഞ്ഞ് ഇവരൊക്കെ ഒരു സാമൂഹിക ബോധം ആളുകൾക്കിടയിൽ ഒരു കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്തു, ഒരു തുല്യതയുടെയും ഒരു ഐക്യത്തിന്റെ ഒക്കെ ഒരു കോൺഷ്യസ്നെസ്. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരികയും ഈ ഭൂപരിഷ്കരണം പോലുള്ള പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അവരുടേതായ രീതിയിലുള്ള സംഭാവന തീർച്ചയായിട്ടും CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഇതെല്ലാം കൂടിക്കളറുന്ന ഒരു മിക്സാണ് യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്നത്. അതിന്റെ സവിശേഷതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു പ്രശ്നം BJPയുടെ ഒരു വളർച്ചയെ നമ്മൾ യഥാർത്ഥത്തിൽ തടയാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരിപ്പോ ചോദിക്കുന്നത് ഇതാണ്. മലപ്പുറം പോലത്തെ ഒരു പ്രദേശത്ത് ലീഗിന്റെ അപ്രമാദിത്വം, മുസ്ലിങ്ങൾ കൺസോൾഡേറ്റ് ആയിട്ട് ലീഗിന് വോട്ട് ചെയ്യുന്നു മലപ്പുറം പോലത്തെ ഒരു പ്രദേശത്ത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് തിരുവനന്തപുരം അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് ഹിന്ദുക്കൾക്ക് കൺസോൾഡേറ്റ് ആയിട്ട് BJPക്ക് വോട്ട് ചെയ്തുകൂടാ? കാരണം ലീഗിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ലീഗിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സമുദായം തന്നെയാണ്. അതിലൊരു യാതൊരു തരത്തിലുള്ള സംശയമില്ല. പിന്നീട് അവരുടെ രണ്ടാമത്തെ പ്രയോറിറ്റി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ആയിരിക്കും. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു സ്ത്രീയെ അവര് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു സ്ത്രീയെ അവര് നിർത്തി. അതിനുള്ള പല പരിഷ്കരണങ്ങളും ലീഗ് കൊണ്ടുവരുന്നുണ്ട് ഒക്കെ ഉള്ളത് സത്യമാണ്. പക്ഷെ ലീഗിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സമുദായം തന്നെയാണ്, അതിൽ സംശയമില്ല. അപ്പൊ അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ലീഗിന് അപ്രമാദിത്വം കിട്ടുന്നുണ്ടെങ്കിൽ, ഇവർക്കെല്ലാവർക്കും ലീഗിന് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് BJPക്ക് വോട്ട് ചെയ്യണമെന്ന് തോന്നിക്കൂടാ? കാരണം എന്താ? BJPയും ലീഗിനെ പോലെ തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാണ് കൊടുക്കുന്നത്? കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്, സത്യമാണ്, ഹിന്ദുക്കൾക്കാണ് പ്രിഫറൻസ്. ഈ ചിന്തയിലേക്ക് കടക്കുകയും ഇതൊരു പദ്ധതിയായിട്ട് ആസൂത്രണം കേരളത്തിൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ തടയാനായിട്ട് കൃത്യമായിട്ട് കോൺഗ്രസിനും CPMനും സാധിക്കാതെ വരികയാണെങ്കിൽ ഒരു സംശയവുമില്ല, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ മുഴുവൻ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ BJP കേരളം പിടിക്കും. അപ്പോൾ എങ്ങനെ അതിനെ തടയാൻ സാധിക്കും എന്നാണ് കൃത്യമായിട്ട് CPMും കോൺഗ്രസും ഒക്കെ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ കേരളത്തിൽ BJP പിടിക്കും.